നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ 3 ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കൃത്യമായിട്ടുള്ള കണക്കുകൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടാറ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ കണക്ക് നമുക്ക് ഇന്ന് പറയുന്നത് ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ക് മാത്രമായിരിക്കും. കൃത്യമായിട്ടുള്ള കണക്കുകൾ നാളെ ആയിരിക്കും ലഭ്യമാവുക. എന്നിരുന്നാൽ പോലും ഒരു പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ചില സംഭവങ്ങൾ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഈ സിനിമ ഇതിനോടകം തന്നെ 150 കോടി പിന്നിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. വേൾഡ് വൈഡ് ആയിട്ടാണ് 150 കോടി പിന്നിട്ടിരിക്കുന്നത്. 150 കോടി പിന്നിടുന്ന, ഏറ്റവും വേഗത്തിൽ 150 കോടി പിന്നിടുന്ന സിനിമയായിട്ട് ഇത് മാറിയിരിക്കുന്നു. വെറും 4 ദിവസം മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 5:46-ന്. സംശയമുള്ളവർക്ക് കാണിച്ചു തരാം. പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ പലപ്പോഴും ഈ ടൈം പറയുമ്പോൾ ഇതല്ല യഥാർത്ഥ ടൈം എന്ന് പലരും പറയാറുണ്ട്. നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആ ഒരു ടൈമിനുള്ളിൽ തന്നെ 150 കോടി പിന്നിട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ചത്തെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ അത് ഏകദേശം 155-നും 160-നും ഇടയിൽ വന്ന് നിൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാണിക്കുന്നത് മലയാളത്തിലെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ഈ സിനിമ മാറുമെന്ന് തന്നെയാണ്. കേരളത്തിലെ കളക്ഷനാണ് ഇൻഡസ്ട്രി ഹിറ്റിനെ നോക്കുന്നത് എന്നും വേൾഡ് വൈഡ് കളക്ഷനാണ് ഇൻഡസ്ട്രി ഹിറ്റിനെ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള വാദങ്ങൾ ഇവിടെ ഫാൻസുകാർക്കിടയിലുണ്ട്. എന്ത് തന്നെയാലും ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിറ്റിന്റെ ഒരു ലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് ഇത് ആർക്കും ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ എന്തായാലും തുടക്കം മുതൽ തന്നെ വേൾഡ് വൈഡ് കളക്ഷനെയാണ് ഞാൻ എന്റെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ഞാൻ കണക്കൂട്ടാറ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ 2 രീതിയിൽ എടുത്താൽ പോലും ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 241 കോടി 10 ലക്ഷം രൂപയാണ് ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. കേരളത്തിലെ കണക്കുകൾ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 86-87 കോടി രൂപയോളം മറ്റോ ആണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് കേരളത്തിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഭീകരമായിട്ടുള്ള കളക്ഷൻ വന്നിരുന്നു. ഈ സിനിമയ്ക്കും, അതായത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കും കേരളത്തിന് പുറത്തുനിന്ന് നല്ല ഗംഭീരമായിട്ടുള്ള കളക്ഷൻ വരുന്നുണ്ട്. അതിന്റെ ലിസ്റ്റ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അടുത്തത് 2018 രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് 175.10 എന്ന് പറയുന്ന 175 കോടി 10 ലക്ഷം രൂപയാണ് മഞ്ഞുമ്മൽ 2018 കിട്ടിയിരിക്കുന്നത്. അതായത് മലയാള സിനിമയിൽ ഇന്ന് വരെ 250 കോടി ഒരു സിനിമയും പിന്നിട്ടിട്ടില്ല എന്നുള്ളത് ഓർക്കുക. 150-ന് മുകളിൽ തന്നെ ഇത് 5ാമത്തെ ചിത്രം മാത്രമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ആടുജീവിതമാണ്. 158.48 കോടി രൂപ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള കളക്ഷൻ അതിന് കിട്ടിയിട്ടുണ്ട്. ആവേശമാണ് 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് 156 കോടി രൂപ എന്ന് പറയുന്നത്. ഇതെല്ലാം ഫൈനൽ കളക്ഷൻ ആയിരിക്കുമ്പോഴാണ് എമ്പുരാൻ വെറും 3.5 ദിവസം കൊണ്ട് 150 കോടി പിന്നിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം വേൾഡ് വൈഡ് കളക്ഷനിൽ ഇത് ഗംഭീരമായിട്ടുള്ള ഒരു തൂക്ക് തന്നെയാണ് തൂക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇനി കേരള കളക്ഷൻ നോക്കുന്ന സമയത്ത് കേരള കളക്ഷൻ 4ാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. 3 ദിവസത്തെ കണക്കുകൾ നോക്കുമ്പോൾ 33 കോടി രൂപയോളമാണ് ചിത്രത്തിന് 3 ദിവസം കൊണ്ട് 32.35 കോടി രൂപയാണ് 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ സാധിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ 4ാം ദിവസത്തെ കളക്ഷൻ കൂടി കൂട്ടുമ്പോൾ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് വരാൻ പോകുന്നത്. കാരണം 10 കോടിക്ക് മുകളിൽ ഇന്നത്തെ കളക്ഷൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 43-ന് അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 95% ചിത്രം 5ാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച തന്നെ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി തികയ്ക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 50 കോടി 5ാം ദിവസമാവണമെന്നില്ല. 8 ദിവസം 9 ദിവസത്തിനുള്ളിൽ തന്നെ 50 കോടി തികച്ചാൽ പോലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ 50 കോടി നേടുന്ന സിനിമയായിട്ട് മാറും. പക്ഷേ ഈ സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് 5ാം ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി നേടിയെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനുള്ള പെർഫോമൻസും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ സിനിമയുടെ കളക്ഷന്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങളെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നുമൊക്കെ എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത്
ആദ്യം കർണാടക ബോക്സ് ഓഫീസിനെ കുറിച്ച് പറയാം. കർണാടക ബോക്സ് ഓഫീസിൽ നല്ല ഒരു സ്റ്റാർട്ടിംഗ് ഈ സിനിമയ്ക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം 4 കോടി കളക്ഷൻ നേടാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാം ദിവസമായിട്ടിപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ഡ്രോപ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 1 കോടി 30 ലക്ഷം രൂപയായിട്ട് വെള്ളിയാഴ്ചത്തെ കളക്ഷൻ ഇടിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ശനിയാഴ്ചയിലേക്ക് വന്ന സമയത്ത് വലിയ ഒരു കുതിച്ചുചാട്ടം, തിരിച്ചുകയറ്റം എന്ന് തന്നെ പറയാം, അത് ഇവിടെ കാണാൻ സാധിക്കുന്നു. 2 കോടി 25 ലക്ഷം രൂപയായിട്ട് മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച, അതായത് ഇന്നലെ കർണാടകയിൽ കളക്ഷൻ കയറിയിട്ടുണ്ട്. 3 ദിവസത്തെ കളക്ഷൻ മാത്രം 7 കോടി 55 ലക്ഷം രൂപയായി മാറിയിട്ടുണ്ട്. 7 കോടി 55 ലക്ഷം രൂപ 3 ദിവസം കൊണ്ട് മാത്രം നേടി എന്ന് പറയുമ്പോൾ ഒരു മലയാള സിനിമ കർണാടകയിൽ നേടുന്നതിന്റെ സർവ്വകാല റെക്കോർഡുകളും തൂക്കിയിട്ടാണ് 3 ദിവസം കഴിയുമ്പോൾ ആ സിനിമ നിൽക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഇന്ന് ഞായറാഴ്ചയാണ്. തീർച്ചയായിട്ടും 2 കോടി 45 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 10 കോടിക്ക് മുകളിൽ കർണാടകയിൽ നിന്ന് ഫസ്റ്റ് വീക്കെൻഡിൽ തന്നെ അടിക്കുന്ന ആദ്യത്തെ സിനിമയായിട്ട് ഈ സിനിമ മാറുകയും ചെയ്യും. നിലവിൽ 7 കോടി 55 ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ വലിയ കാര്യമായിട്ടുള്ള സംഭാവന നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. 1 കോടി 50 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം ഈ ചിത്രത്തിന് കർണാടകയിൽ നിന്ന് കളക്ഷൻ ലഭിച്ചത് എന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ വെറും 50 ലക്ഷം രൂപയായിട്ട് അത് ഇടിയുന്നതായിട്ട് കാണാൻ സാധിക്കും. 1.5 കോടിയിൽ നിന്നാണ് 50 ലക്ഷം രൂപയിലേക്ക് ഇടിയുന്നത്. മൂന്നാം ദിവസവും 50 ലക്ഷം രൂപ തന്നെ നേടിയെടുക്കാനാണ് സാധിച്ചത്. സാധാരണ മൂന്നാം ദിവസം എല്ലാ സിനിമകൾക്കും കളക്ഷൻ കൂടുന്നതാണ്. ഇവിടെ വലിയ കാര്യമായിട്ടുള്ള ഉയർച്ച അവിടെ കാണാൻ സാധിക്കുന്നില്ല. 2 കോടി 50 ലക്ഷം രൂപയാണ് ഇതുവരെ ചിത്രത്തിന് ആന്ധ്ര, തെലങ്കാന സ്റ്റേറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. അതായത് വലിയ പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നില്ല എന്ന് തന്നെ പറയാം. തമിഴ്നാട്ടിൽ അത്യാവശ്യം ആശ്വസനീയമായിട്ടുള്ള ഒരു കണക്കാണ് വരുന്നത്. 2 കോടി 25 ലക്ഷം രൂപയാണ് ചിത്രത്തിന് ആദ്യ ദിവസം, റിലീസ് ദിവസം തമിഴ്നാട്ടിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് എന്നുണ്ടെങ്കിൽ വലിയ ഡ്രോപ്പ് രണ്ടാം ദിവസം കാണാൻ സാധിക്കുന്നുണ്ട്. 90 ലക്ഷം രൂപ മാത്രമാണ് രണ്ടാം ദിവസം ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. എന്നാൽ മൂന്നാം ദിവസം 1 കോടി 30 ലക്ഷം രൂപയായിട്ട് ആ കളക്ഷൻ ഉയരുന്നതും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 3 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് ചിത്രത്തിന് 4 കോടി 45 ലക്ഷം രൂപ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള കളക്ഷൻ നേടിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനി മലയാളമാണ്. മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് 14 കോടി രൂപയാണ് ആദ്യ ദിവസത്തെ കളക്ഷനായിട്ട് ചിത്രത്തിന് വന്നിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ടാം ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച 9 കോടിയിലേക്ക് ചിത്രത്തിന്റെ കളക്ഷൻ ഇടിയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ മൂന്നാം ദിവസം വീണ്ടും തിരിച്ചു കയറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. 9 കോടി 35 ലക്ഷം രൂപ എന്ന് പറയുന്ന കണക്കിലേക്ക് ചിത്രത്തിന്റെ കളക്ഷൻ കയറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 4-ാം ദിവസത്തെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അൺഒഫീഷ്യലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 11.5 കോടി രൂപ ആയിരിക്കും ഇന്ന് കിട്ടാൻ സാധ്യത എന്നുള്ള എസ്റ്റിമേറ്റഡ് കണക്കുകൾ ലഭ്യമായിട്ടുണ്ട്. അത് വന്നിരിക്കുന്നത് വൈകുന്നേരത്തോടു കൂടിയാണ്. അപ്പോൾ അതുവരെ വിറ്റുപോയ ടിക്കറ്റുകളും അതുപോലെ തന്നെ ഇനി അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന ടിക്കറ്റുകളും കൂട്ടിയിട്ടാണ് 11.5 കോടി രൂപ എന്ന് പറയുന്നത്. ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും ചിത്രത്തിൽ നിന്ന് കളക്ഷൻ വരിക. കാരണം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ ഓൾമോസ്റ്റ് വൈകുന്നേരത്തെ എല്ലാ ഷോസും തന്നെ ഫില്ലാണ്. ഇനി അതിനകത്ത് വലിയ കൂടുതലൊന്നും വരാനില്ല എന്നുള്ളതാണ്. ഇനി കുറയാനേ സാധ്യതയുള്ളൂ. ആരെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്ന കുറവ് മാത്രമായിരിക്കും അവിടെ സംഭവിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നാളെ ഫൈനൽ വരുന്ന സമയത്ത് 11.5 കോടി രൂപയായിരിക്കും കേരളത്തിൽ നിന്ന് ഞായറാഴ്ച ലഭിച്ചിട്ടുണ്ടാവുക. ഇനി ഹിന്ദിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, ഹിന്ദിയിലെ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഈ സിനിമ നേരിടുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള വലിയ ഇടിവ് ഈ സിനിമയ്ക്ക് കളക്ഷന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ ദിവസം 2 കോടി 75 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു മാസീവായിട്ടുള്ള ഓപ്പണിംഗ് ആണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മലയാള സിനിമയ്ക്ക് ഹിന്ദിയിൽ കിട്ടുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ഈ 2 കോടി 75 ലക്ഷം രൂപ എന്ന് പറയുന്നത്. രണ്ടാം ദിവസമായപ്പോൾ 1 കോടി 30 ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും മൂന്നാം ദിവസം വീണ്ടും തിരിച്ച് 2 കോടിക്ക് മുകളിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 2 കോടി 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് ഹിന്ദിയിൽ മൂന്നാം ദിവസം നേടിയിരിക്കുന്നത്. ഇതുവരെ ഹിന്ദിയിൽ നിന്ന് 6 കോടി 15 ലക്ഷം രൂപയോളമാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. കേരള ബോക്സ് ഓഫീസ് ഉൾപ്പെടെ ഇന്ത്യക്കകത്ത് നിന്ന് ഈ ചിത്രത്തിന് ഇതുവരെ 53 കോടി രൂപയാണ് 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ എടുത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഓവർസീസിൽ നിന്ന് 85 കോടി രൂപയാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് ഇതേ 3 ദിവസം കൊണ്ട്. അതായത് ഇന്ത്യക്കകത്ത് പെർഫോം ചെയ്യുന്നതിനേക്കാൾ ഡബിൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ വിദേശത്തും സിനിമ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതുവരെ 138 കോടി രൂപയാണ് 3 ദിവസം കൊണ്ട് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്.
അത് 4 ദിവസം കൊണ്ട് തന്നെ ചിത്രം 150 കോടി നേടി എന്നുള്ളതും ഏറ്റവും വേഗത്തിൽ 150 കോടി നേടുന്ന ചിത്രമായിട്ട് ഇത് മാറി എന്നുള്ളതും നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ എടുത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സിനിമ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്നുണ്ടെങ്കിലും പ്രേക്ഷകർ സിനിമയെ കൈവിട്ടില്ല എന്നുള്ളതാണ് സത്യം. ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കാമെന്ന് പറയുന്നത് ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് പ്രോഫിറ്റ് ആവാൻ എത്ര വേണ്ടി വരും എന്നുള്ളൊരു കാര്യമൊക്കെ പലരും താഴെ വന്ന് ചോദിക്കുന്നുണ്ട്. 150 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ്. ചില ഹേറ്റേഴ്സ് വന്നിട്ട് 300 കോടിയാണെന്നൊക്കെ പറയുന്നോട്ട് എന്തിനേലും അത് അവർ പറയുന്നത് പറഞ്ഞോട്ടെ. 150 കോടിക്ക് മുകളിൽ എന്നാണ് 144 എന്നാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് വർക്കുകൾ കഴിഞ്ഞ സമയത്ത് പുറത്തു വന്നത്. പക്ഷെ പ്രൊമോഷനൊക്കെ വേണ്ടി നല്ല രീതിയിൽ കാശ് മുടക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും 150 മുകളിൽ ചിത്രത്തിന്റെ ബഡ്ജറ്റ് വന്നിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യം നമുക്ക് കൺഫേം ആയിട്ട് തന്നെ പറയാൻ സാധിക്കും. 160, 170 എന്നുള്ള റേഞ്ചിലായിരിക്കും വന്ന് നിൽക്കുക. അത് ഒരു മലയാള സിനിമയ്ക്ക് മുടക്കുമ്പോൾ പൂർണ്ണമായിട്ടും അതിന്റെ നിർമ്മാതാക്കൾക്ക് ബോധ്യമുണ്ട് ഈ സിനിമ സാമ്പത്തികമായിട്ട് വലിയ പരാജയമായിരിക്കും എന്നുള്ളത്. ഇത്ര അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, കൈവിട്ടു പോയതായിരിക്കുള്ളൂ. എന്തിനേലും ഇത് പൂർണ്ണമായിട്ടും സാമ്പത്തിക പരാജയമായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കടുത്ത മോഹൻലാൽ ആരാധകർക്ക് പോലും ആ ഒരു സംശയം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നോക്കേണ്ടത് ഈ പൈസയിൽ എത്രത്തോളം തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. വളരെ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഇത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഡിസ്ട്രിബ്യൂഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു എമൗണ്ട് അവിടെ നിന്ന് തിരിച്ച് പിടിക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 30 കോടി രൂപയാണ് ഒരു മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ എമൗണ്ടിന്റെ ഡബിൾ എമൗണ്ടിനേക്കാൾ കൂടിയ തുകയ്ക്കാണ് വിദേശ മാർക്കറ്റിൽ ഈ സിനിമ വിറ്റുപോയത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ ആ രീതിയിലൂടെ അത്യാവശ്യം കാശ് തിരിച്ചു പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ OTT സാറ്റലൈറ്റ് റൈറ്റ്സുകൾ നല്ല രീതിക്ക് വിറ്റുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൂടി നല്ല രീതിയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ സേഫായി മാറാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഓടുന്ന ഈ ഓട്ടം വെച്ചിട്ട്. അതിന് മുകളിലേക്ക് സാമ്പത്തിക ലാഭം എന്ന് പറയുന്ന സംഭവമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്ര രൂപയ്ക്കാണ് ഡിസ്ട്രിബ്യൂഷൻ വിറ്റുപോയെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ മാത്രമാണ് നമുക്കിപ്പോൾ ഈ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആവുമോ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ 3 ദിവസം കൊണ്ട് 33 കോടി രൂപ പിരിഞ്ഞു കിട്ടി എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവാനുള്ള ഏറ്റവും കൂടിയ തുക എന്ന് പറയുന്നത് 12 കോടി രൂപയോ 13 കോടി രൂപയോ മാത്രമായിരിക്കും പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് തിരിഞ്ഞു കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതി വെച്ചിട്ട് തന്നെ നിങ്ങൾക്കറിയാം ഇത് പ്രൊഡ്യൂസർ സാമ്പത്തികമായിട്ട് തിയേറ്ററിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്കും തോന്നുന്നുണ്ടാവില്ല. ഞാൻ ഇത്രയും ഇതിനെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള കുറെ കമന്റുകൾ താഴെ വരാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് എങ്ങനെ ഈ സിനിമ മാർക്കറ്റ് ചെയ്ത് ബാക്കി പരിപാടികളിലൂടെ സേഫ് ആവാൻ പറ്റുമെന്ന് മാത്രമേ ഇതിനകത്ത് പറയാൻ സാധിക്കത്തുള്ളൂ. നല്ല രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സിന് വിറ്റുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി സാറ്റലൈറ്റ് OTTയും വിറ്റുപോകും എന്നുള്ള കാര്യം കൺഫേം ആണ്. പക്ഷെ അത് എത്രയ്ക്ക് വിറ്റുപോകും എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതുകൂടി കൺഫേം ആവാണ്. കാരണം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നുണ്ടെന്നുള്ളതും നല്ല കളക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതും കൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സും OTT റൈറ്റ്സും പ്രത്യേകിച്ച് OTT റൈറ്റ്സ് നല്ല കാര്യമായിട്ട് ഒരുപക്ഷെ ഒരു 75-80 കോടി രൂപയ്ക്കൊക്കെ വിൽക്കാൻ സാധിച്ചാൽ, അതായത് ഒരു തമിഴ് സിനിമ തെലുങ്ക് സിനിമയൊക്കെ വിൽക്കുന്ന രീതിയിൽ വിൽക്കാൻ സാധിച്ചാൽ പ്രൊഡ്യൂസർ സേഫായി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ കൈകൊള്ളും, ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.